ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. ഒരു 2 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്. 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് തന്നെ മതി കേട്ടോ, കൂടുതലൊന്നും വേണ്ട. നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കൻ അല്ലെങ്കിൽ ഗ്രിൽഡ് ഐറ്റംസിൻ്റെ ഒക്കെ കൂടെ ഇപ്പോൾ സാധാരണയായിട്ട് കഴിക്കുന്ന ഒരു ഗാർലിക് തൂമാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു എഗ്ഗ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പി നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് എഗ്ഗ് ഇല്ലാത്ത റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാണെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം ഒരു മിക്സഡ് ജാറിലേക്ക് ഒരു 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഫ്രഷ് മിൽക്കാണ്, നല്ല തണുത്തിരിക്കുന്ന പാലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് പാൽ എടുക്കുന്നത് കൊണ്ട് പാക്കറ്റ് പാലായതുകൊണ്ട് തന്നെ തിളപ്പിച്ചിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ തിളപ്പിച്ചെടുക്കുന്ന പാലാണെങ്കിൽ തിളപ്പിച്ചതിന് ശേഷം ഒന്ന് തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഇതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി, ഈ വലുപ്പത്തിലുള്ള 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചിടുന്നുണ്ട്. ഇത് കറക്റ്റ് ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇനി പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പം ഒരു 1/2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ട് ഇപ്പോൾ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ആദ്യം ഒന്ന് അടിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് മതിയാവും. ഈ ഒരു 1/2 കപ്പിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുഴുവൻ വേണ്ടി വരും, ഒരു ഇത്തിരി ബാക്കി ഉണ്ടാവും കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ടൊരു 1/2 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ചുകൂടെ വേണ്ടി വരട്ടെ, നോക്കിയിട്ട് എടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വിനാഗിരി പാലിലേക്ക് ഒഴിച്ചിട്ട് കുറേ സമയം ഇങ്ങനെ വെച്ച് ഇരിക്കരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കാനുള്ള പരിപാടി നോക്കണം, അല്ലെങ്കിൽ പാലങ്ങ് പിരിഞ്ഞ പോലെ ആയി പോകും. അപ്പോൾ ആ ഒരു ടെക്സ്ചർ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച കറക്റ്റ് ആ ഒരു തൂമിൻ്റെ ആ ഒരു ഇത് കിട്ടില്ല. ഇനി വേഗം തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. മുഴുവൻ ഈ സമയത്ത് ഒഴിക്കേണ്ട, കുറച്ച് ഒഴിച്ചിട്ട് ഒന്നങ്ങ് അടിച്ചെടുത്തിട്ട് വരാം. അതൊരു 1-2 പ്രാവശ്യം ഒന്ന് നിർത്തി അടിച്ചിട്ട് പിന്നെ ഒന്ന് കറക്കിയെടുത്തതാ ഈ ഒരു ഇതിലായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ചെറിയൊരു കട്ടിപ്പേ വന്നിട്ടുണ്ടാവുള്ളൂ. ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പും പുളിയായിട്ട് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ആയിട്ടോ. ഇതിന് പകരം ചെറുനാരങ്ങ നീരാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇതാണ് കുറച്ചുകൂടെ നന്നായി തോന്നുന്നത്. ഇതിപ്പോൾ ഞാൻ കറക്റ്റ് മെഷർമെൻറ്റ് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ കറക്റ്റായിട്ട് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്തിയാൽ മതി. പിന്നെയെന്ന് വെച്ചാൽ ബാക്കിയുള്ള ഒരു ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴും 1/2 ടീസ്പൂൺ മുഴുവനായിട്ടില്ല. എന്നിട്ട് ബാക്കിയുള്ള ഓയിലിൽ നിന്നും കുറച്ചൊരു പകുതി കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഓയിൽ ആദ്യം തന്നെ മുഴുവൻ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് അടിച്ചെടുത്ത് ഇത്രയ്ക്കും കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് 2-3 പ്രാവശ്യമായിട്ടൊന്ന് കറക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഇതാ ഈ ഒരു കട്ടിയിലായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പം ഇത് തന്നെ മതിയെന്നുണ്ടെങ്കിൽ ഇനി ഓയിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. അതല്ല ഇനി പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന അതേ ഒരു ടെക്സ്ചറിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ഓയിലും അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒക്കെ വേണ്ടി വരും കേട്ടോ. ആ ഒരു കറക്റ്റ് ഒരു കട്ടിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് മതിയാകും. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇപ്പോൾ നോക്കുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു കട്ടിയിൽ തന്നെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. നമ്മളിങ്ങനെ ഇത് അടിച്ചെടുത്തതിന് ശേഷം കുറച്ചൊരു 10-20 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ഇത്തിരി കൂടെ വേറൊരു ടെക്സ്ചർ കിട്ടും. നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ. പിന്നെ ഇതിൽ സത്യത്തിൽ പറഞ്ഞാൽ ഓയിലിൻ്റെ അളവ് കുറച്ച് കൂടുതൽ തന്നെയാണ്. പക്ഷെ ഇത് വീട്ടിൽ ഉണ്ടാക്കണം എന്നുള്ളവർക്ക് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാം. അത്രയേ ഉള്ളൂ കേട്ടോ. വല്ലപ്പോഴൊക്കെ ഈ ഒരു രീതിയിൽ വേണമെന്നുള്ളവർക്ക് നമ്മൾ ബ്രോസ്റ്റഡ് അല്ലെങ്കിൽ ചിക്കൻ മന്തി അങ്ങനത്തെ ഒരുപാട് ഐറ്റംസിൻ്റെ കൂടെ ഗ്രിൽഡ് ഐറ്റംസിൻ്റെ ഒക്കെ കൂടെ അത് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ഇതിൽ ആവശ്യമുള്ളവർക്ക് മാത്രം കേട്ടോ. ഇവിടെ ഇപ്പോൾ നമ്മളൊരു ചെറിയൊരു വെളുത്തുള്ളിയുടെ ടേസ്റ്റ് വരുന്ന രീതിയിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി അല്ലെങ്കിൽ ചില്ലി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ, ആ ഒരു ടേസ്റ്റിലേക്ക് വേണമെങ്കിൽ. പിന്നെ ഇതുപോലെ തന്നെ മുട്ട വെച്ചിട്ട്, പാലില്ലാതെ മുട്ട മാത്രം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തൂമിൻ്റെ റെസിപ്പി നമ്മൾ കുറേ മുൻപ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതും നല്ല ടേസ്റ്റാണ്, ഇതും നല്ല ടേസ്റ്റാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തൊക്കെ ശരിക്കും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് തീർച്ചയായിട്ടും ചെയ്തു നോക്കാം കേട്ടോ. ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടെ കേട്ടോ. അപ്പം ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്